നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ 200ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് സമാജ്വാദി പാർട്ടി വെറുതെ പറയുന്നതല്ല. കണക്കുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആ പ്രവർത്തനം. 403 സീറ്റുള്ള യു പിയിൽ 350ഓളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും BJPയും നേർക്കുനേർ പോരാട്ടമാണ് നടത്തുന്നത്. അതിൽ തന്നെ ഏകദേശം 150ഓളം സീറ്റുകൾ കൃത്യമായും ഷുവറായിട്ടും സമാജ്വാദി പാർട്ടിയും ബാക്കി 150ഓളം സീറ്റുകൾ BJPയും ജയിക്കും എന്ന് ഉറപ്പുള്ള സീറ്റുകളാണ്. 50ഓളം സീറ്റുകളിൽ, അതായത് 350-ലെ ശേഷിക്കുന്ന 50ഓളം സീറ്റുകളിലാണ് ഫൈറ്റ് നടക്കുന്നത്. ഈ ഫൈറ്റാണ് അധികാരം നിലനിർത്തുമോ അധികാരം നഷ്ടപ്പെടുമോ BJPക്ക് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ സഖ്യകക്ഷികൾക്ക് നൽകുന്ന സീറ്റിലും പ്രാധാന്യമുണ്ട്. എന്നാൽ പോലും സമാജ്വാദി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് കേവല ഭൂരിപക്ഷം ഈ 350ഓളം സീറ്റുകളിൽ നിന്ന് തന്നെ നേടിയെടുക്കാനാണ്. കോൺഗ്രസിന് 40-ൽ കുറയാത്ത സീറ്റുകൾ നൽകും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് 80 മുതൽ 90 സീറ്റുകളാണെങ്കിലും അത്രയും സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായി 340-ൽ കുറയാതെ അസംബ്ലി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്നാദളിൻ്റെ സീറ്റ് വിഹിതം അത് BJP കഴിഞ്ഞ തവണത്തേക്കാൾ കുറയ്ക്കാനുള്ള സാധ്യതയാണ്. കാരണം BJP മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാൻ, BJPയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് BJPക്ക് ഏകദേശം 40ഓളം മണ്ഡലങ്ങളാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഈ 40ഓളം സീറ്റുകൾ സ്വിംഗ് സീറ്റുകളായിരിക്കും ഇത്തവണത്തെ ഭരണം തീരുമാനിക്കുക. അയോധ്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സാഹചര്യം മുഴുവൻ വിലയിരുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ. സമാജ്വാദി പാർട്ടി ഒരിടം മുന്നെയാണ്. അതായത് BJPക്ക് ഒരു സാഹചര്യം, ഒരു പഴുതും രക്ഷപ്പെടാൻ അനുവദിക്കാതെ അധികാര തുടർച്ചയെന്ന അവരുടെ രാഷ്ട്രീയം അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. 2012-ൽ നടത്തിയതുപോലെ പഴുതടച്ചുള്ള ഒരു മുന്നേറ്റമാണ് സമാജ്വാദി പാർട്ടി ലക്ഷ്യമിടുന്നത്. സൈക്കിൾ സവാരി ഉൾപ്പെടെ അഖിലേഷ് യാദവിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് കൃത്യമായും പരമാവധി ഗ്രാമീണ മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ യാത്രകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ലക്നൌവിലെ ഭരണം അഖിലേഷിലേക്ക് എത്തിക്കാൻ കാരണമാകും. മറ്റേത് സംസ്ഥാനം പിടിച്ചെടുത്താലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള UP പോലൊരു സ്റ്റേറ്റ് അത് BJPക്ക് കൈവിട്ടാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ 4/1 കൈവിട്ടതിന് തുല്യമായാണ് BJP കണക്കാക്കുന്നത്. കാരണം അവർക്ക് മറ്റേത് സംസ്ഥാനത്തെ അധികാരത്തിൽ വരുന്നതിനേക്കാൾ വാശിയോടെ UP എന്ന സ്റ്റേറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ബംഗാളിലും അസാമിലും ഒക്കെ ഭരണം പിടിക്കുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലുമൊക്കെ വലിയ അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്നെങ്കിലും UP നഷ്ടപ്പെടാനുള്ള സാധ്യത അവരെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട്.